പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി അതിലെ 1ാമത്തെ ചാപ്റ്ററിലെ ഗ്രാമശ്രീകൾ എന്ന പാഠഭാഗത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും അതിൻ്റെ ഉത്തരങ്ങളും എങ്ങനെയാണത് ചെയ്യുക എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കടത്തനാട്ടു മാധവിയമ്മ എന്ന കവയിത്രിയുടെ കവിതയാണ് അല്ലേ. അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. കവിത വായിച്ച് ആശയങ്ങൾ ചർച്ച ചെയ്യാം. വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിദ്യാലയത്തിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങളെ നാം പഠിക്കുന്നുള്ളൂ. കണ്ടും കേട്ടും അനുഭവിച്ചും ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് നിന്ന് നമുക്ക് പഠിക്കുവാനുണ്ട്. കർഷക തൊഴിലാളികൾ പാടത്ത് പ്രയോഗിക്കുന്നത് ഗ്രാമത്തിലെ ഏതെങ്കിലും വിദ്യാലയത്തിൽ നേടിയ അറിവല്ല, ലോകം തന്നെയാണ് അവരുടെ വിദ്യാലയം. ഞാറ് നടുന്ന പെണ്ണുങ്ങൾ ആ അറിവ് നേടിയത് അവരുടെ ജീവിതത്തിൽ നിന്നാണ്. കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് അവർ അറിവ് നേടിയത്. അതുകൊണ്ട് വിശ്വവിദ്യാലയത്തിൽ പഠിച്ചവർ എന്നാണ് കർഷക സ്ത്രീകളെക്കുറിച്ച് അവർ പറയുന്നത്. പ്രഭാതത്തെ എങ്ങനെയെല്ലാമാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്? എങ്ങനെയെല്ലാമാണ്? പ്രഭാതത്തിൽ ആകാശം ചുവന്നു കാണുന്നതിനെ കാർഷിക വൃത്തിയുമായി കൂട്ടിയിണക്കി പ്രഭാത സൂര്യന്റെ പൊന്നുകൊണ്ടുള്ള നുഖത്തിന്റെ പാടേറ്റ് ആകാശമാകുന്ന പാടവും ചുവന്നല്ലോ എന്നാണ് കവി പറയുന്നത്. പൊൻനിറമുള്ള സൂര്യകിരണങ്ങളെ കലപ്പിയായി സങ്കല്പിച്ചിരിക്കുന്നു. അതിൻ്റെ മുഖപ്പാടേറ്റ് കന്നി നെൽപ്പാടത്തെ ചുവന്ന മണ്ണ് ഇളകി ചുവക്കുന്നത് പോലെ ആകാശം ചുവക്കുന്നു എന്നാണ് കവിയുടെ കൽപ്പന. അടുത്തത്, കർഷക സ്ത്രീകളെ ഗ്രാമശ്രീകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? എന്താണ്? ഗ്രാമത്തിൻ്റെ ശ്രീ അല്ലെങ്കിൽ ഐശ്വര്യം എന്ന് പറയുന്നത് കർഷക സ്ത്രീകളാണ്. ചെളിയിൽ വിരൽത്തുമ്പ് താഴ്ത്തി ഞാറ് നടുന്ന കർഷക സ്ത്രീകൾ മഹത്തായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അവരുടെ കലാസൃഷ്ടിയായ കൃഷിപ്പണികളാണ് നാടിനെ സമൃദ്ധമാക്കുന്നത്. കർഷക സ്ത്രീകളുടെ മനോഹരമായ വിരൽത്തുമ്പുകളാണ് നാടിന് നന്മകൾ നെയ്തെടുക്കുന്നത്. അവരാണ് ഗ്രാമത്തിന്റെ ഐശ്വര്യം. അതുകൊണ്ടാണ് കർഷക സ്ത്രീകളെ ഗ്രാമശ്രീകൾ എന്ന് കവി വിശേഷിപ്പിക്കുന്നത്. സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തെക്കുറിച്ചാണ് അല്ലേ. പ്രഭാതത്തിൽ ദിക്കുകൾ മെല്ലെ ഉണർന്നു, മയർത്ത മഞ്ഞു പോലെ പൂമഴ പെയ്തു, പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളങ്ങളും എല്ലാം നനഞ്ഞു കുളിർന്നു. കേരളം പ്രകൃതി സുന്ദരമായ മനോഹരമായ ഒരു ചിത്രമായി മാറുകയാണ് ഇവിടെ. ഈ സുന്ദര ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത്. അടുത്തത്, വിശകലനം ചെയ്യാം. മഞ്ജുളമിക്കലാ സൃഷ്ടിക്കൂ, മുമ്പിലായി അഞ്ജലി അർപ്പിക്ക. കൃഷി കലാസൃഷ്ടിയാകുന്നത് എങ്ങനെ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കൃഷി ഒരു കലാസൃഷ്ടിയാണോ? ആണോ? ഏതൊരു കലയെയും പോലെ മനോഹരമായ ഒന്നാണ് കൃഷി. കർഷക സ്ത്രീകളുടെ ആ കലാസൃഷ്ടിക്ക് മുമ്പിലാണ് കവി കൈകൂപ്പി നിൽക്കുന്നത്. കർഷക സ്ത്രീകൾ കലാസൃഷ്ടിയിൽ ഏർപ്പെടുന്നത് ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടെയുമാണ്. വരിയും നിരയും ഒപ്പിച്ച് കൃഷിപ്പാട്ടിന്റെ താളത്തിൽ നാടു നടന്ന അവരുടെ വൈഭവം കൊണ്ട് തന്നെ കൃഷി മികച്ച മനോഹരമായ കലാസൃഷ്ടിയായി മാറുന്നു. വയലിൽ നിരനിരയായി നീലക്കസവ് വിരിയിക്കുന്ന കലാകാരികളാണ് കർഷക സ്ത്രീകൾ എന്നാണ് കവി അവരുടെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നത്. ചേറിൽ പണിയെടുക്കുന്ന അവരുടെ വിരലുകളാണ് നാട്ടിൽ നന്മകൾ നെയ്തെടുക്കുന്നതെന്നും കവി പറയുന്നു. അടുത്തത്, ഈണം കണ്ടെത്താൻ ചൊല്ലാം. വ്യക്തിഗതമായി കവിതയ്ക്ക് ഈണം കണ്ടെത്താൻ ഗ്രൂപ്പിൽ അവതരിപ്പിച്ച് ഉചിതമായ ഈണം കണ്ടെത്തി സംഘമായി ചൊല്ലാനാണ് പറയുന്നത്. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അടുത്തത്, താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം. ഉർവിയെ പുഷ്പിക്കും കലപോൽ നമുക്കത്ര നിർവിധികരം വ്യാപാരമുണ്ടോ മഞ്ഞിൽ. വൈലോപ്പിള്ളി. ഈ വരികളുടെ ആശയവും ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എന്താണ്? വൈലോപ്പിള്ളിയുടെ കയ്പ വല്ലരി എന്ന കവിതയിലെ വരികൾ കടത്തനാട്ട് മാധവിയമ്മയുടെ ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയവുമായി ഇണങ്ങുന്നതാണ്. ഭൂമിയെ ഫലസമൃദ്ധമാക്കുന്ന കൃഷി എന്ന കല പോലെ നമുക്ക് നിർവൃതി നൽകുന്ന സൗഹൃദ പ്രവർത്തനം മറ്റൊന്നില്ല എന്നാണ് വൈലോപ്പിള്ളി പറയുന്നത്. മണ്ണിലും ചെളിയിലും പണിയെടുക്കുന്ന കർഷകരാണ് നാടിനെ ഐശ്വര്യ സമൃദ്ധമാക്കുന്നത്. കൃഷിപ്പണിയാകുന്ന മനോഹരമായ ഈ കലാസൃഷ്ടിക്ക് മുമ്പിൽ ഭക്തിയോടെ കൂപ്പുകൈ അർപ്പിക്കാനാണ് കടത്തനാട്ട് മാധവിയമ്മ പറയുന്നത്. കൃഷിയുടെ മഹത്വത്തെ ഉയർത്തിക്കാണിക്കുന്നതോടൊപ്പം കൃഷിയും മഹത്തായ കലാപ്രവർത്തനമാണ് എന്ന സത്യമാണ്
രണ്ട് കവികളും ആവിഷ്കരിക്കുന്നത്. ഇനി അടുത്തത് ഉണ്ണിക്കതിരോന്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലോ. ഈ വരിയുടെ പ്രയോഗഭംഗി കണ്ടെത്തി വിശദീകരിക്കുക. ഇതുപോലുള്ള കൂടുതൽ വരികൾ കണ്ടെത്തി ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് വിശദീകരിക്കുക എന്നാണ്. ഏതാണ്? പ്രഭാതസൂര്യൻ കടന്നു വരുമ്പോൾ കിഴക്കേ ചക്രവാളം ചുവക്കുന്നു. പ്രഭാതത്തിന്റെ കടന്നുവരവ് മറ്റൊരു തരത്തിലാണ് കടത്തനാട്ട് മാധവിയമ്മ അവതരിപ്പിക്കുന്നത്. ഉണ്ണിക്കതിരോന്റെ പൊന്നുകൊണ്ടുള്ള കലപ്പയുടെ പാടേറ്റ് ആകാശമാകുന്ന പാടം ചുവന്നിരിക്കുന്നു എന്നാണ് കവി വർണ്ണിക്കുന്നത്. പ്രഭാതസൂര്യനെ കൃഷിക്കാരനായും സൂര്യരശ്മികളെ നുകത്തിന്റെ പാടായും ആകാശത്തെ കൃഷിസ്ഥലമായും കവി അവതരിപ്പിക്കുന്നു. അതിമനോഹരമാണ് ഈ വർണ്ണന. കാർഷിക വൃത്തിയുമായി കൂട്ടിയിണക്കിയാണ് കവി പ്രഭാത വർണ്ണന നടത്തുന്നത്. അതുപോലത്തെ വേറെ വരികൾ ഏതാണ്? കാലുപുതിയും വരമ്പത്തെ പാഴ്ചളി താരയിൽ താമരാൽ വിടർത്തി. വെയിലും മഴയും ഒന്നും വകവയ്ക്കാതെ പാടത്തെ കാലുപുതയുന്ന ചേറിൽ നിന്നുകൊണ്ട് നാറു നടന്ന കർഷക സ്ത്രീകൾ നാടിനെ സമൃദ്ധമാക്കുന്ന കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചെളിയിൽ പതിയുന്ന കർഷക സ്ത്രീകളുടെ പാദമുദ്രകളെ താമരപ്പൂക്കൾ വിടരുന്നത് പോലെയാണെന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. അല്ലേ? അടുത്തത് വാഗ്മയ ചിത്രത്തിൽ നിന്ന് വർണ്ണചിത്രത്തിലേക്ക്. കവിതയിൽ ധാരാളം വാഗ്മയ ചിത്രങ്ങളുണ്ടല്ലോ, അവ കണ്ടെത്തി വരകളും വർണ്ണകളും ചേർത്ത ചിത്രങ്ങളാക്കി പ്രദർശനം സംഘടിപ്പിക്കാനാണ്. അപ്പോൾ നിങ്ങൾ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കർഷക സ്ത്രീകളെ കുറിച്ച്. അടുത്തത് ആശയപടം പൂർത്തിയാക്കാം, ആസ്വാദനം എഴുതാം. കോളങ്ങളിൽ വിഷയങ്ങൾ എഴുതുക. അവയെ അടിസ്ഥാനമാക്കി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഇതിൻ്റെ ആശയപടം പ്രയോഗഭംഗി ഇവിടെ വിട്ടുപോയ ഭാഗങ്ങൾ നമുക്ക് പൂരിപ്പിക്കണം. തയ്യാറാക്കിയ ആസ്വാദനക്കുറിപ്പ് സ്വന്തമായും കൂട്ടുകാരുമായും ചേർന്ന് ആശയം, വാക്യഘടന, പദം, അക്ഷരം, ചിഹ്നം എന്നീ തലങ്ങളിൽ എഡിറ്റ് ചെയ്ത് മെച്ചപ്പെടുത്തുക. അപ്പോൾ അതെങ്ങനെയാണ്? ആശയഭംഗി, വാഗ്മയ ചിത്രങ്ങൾ, ഗ്രാമശ്രീകൾ, ആസ്വാദനക്കുറിപ്പ്, കവിതയുടെ പ്രധാന ആശയങ്ങൾ, അക്ഷരങ്ങളുടെ ആവർത്തനങ്ങൾ, വർണ്ണന, ഈണം, താളം. അല്ലേ? എന്താണ്? കേരളീയ ഗ്രാമങ്ങളുടെ ഐശ്വര്യമായി കർഷക സ്ത്രീകളെ അവതരിപ്പിക്കുന്ന കടത്തനാട്ട് മാധവിയമ്മയുടെ മനോഹരമായ കവിതയാണ് ഗ്രാമശ്രീകൾ. പാടവരമ്പിലൂടെ നടക്കുന്ന കവി കൃഷിപ്പണികളിൽ മുഴുകിയിരിക്കുന്ന സ്ത്രീകളെ കാണുന്നു. കർഷക സ്ത്രീകളിലൂടെ ഗ്രാമത്തിന്റെ ഭംഗിയും വിശുദ്ധിയും സമൃദ്ധിയും ഒക്കെ വരച്ചു കാണിക്കുന്നു. ആശയം, പ്രയോഗഭംഗി, വർണ്ണനകൾ, ഈണം, താളം, വാഗ്മയ ചിത്രങ്ങൾ എന്നിവയെല്ലാം ഈ കവിതയെ ശ്രദ്ധേയമാക്കുന്നു. കൃഷിപ്പണി എന്ന ശ്രേഷ്ഠമായ കലാസൃഷ്ടിക്ക് മുമ്പിൽ കവി ഭക്തിപൂർവ്വം കൈകൂപ്പി നിൽക്കുന്നു. ഉണ്ണിക്കതിരോന്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൽ വിളിപ്പാടും ചോന്നിതല്ലോ എന്ന വർണ്ണന കർഷകർ പാടത്ത് നിലമുഴുന്നതിന് ഓർപ്പിക്കുന്നു. മഞ്ഞുപോലെ പെയ്ത പൂമഴയിൽ വച്ചിലക്കൂട്ടവും മാടവുമെല്ലാം നനഞ്ഞു കുളിർന്നു എന്ന വർണ്ണനയും ഏറെ പ്രത്യേകതയുള്ളതാണ്. പ്രയോഗഭംഗികൾക്ക് നിരവധി ഉദാഹരണങ്ങൾ കവിതയിലുണ്ട്. ഉണ്ണിക്കതിരോൻ, കുന്തളബന്ധം, സുന്ദരാലേഖ്യം, നീലനീരാളം തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം ശ്രദ്ധേയമാണ്. കവിതയുടെ ഈണവും താളവും കവി ആവിഷ്കരിക്കുന്ന ഭാവവുമായി ഇണങ്ങി നിൽക്കുന്നു. അക്ഷരങ്ങളുടെ ആവർത്തനവും കവിതയുടെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നു. പ്രകൃതി ദൃശ്യങ്ങൾ വാക്കുകൾ കൊണ്ട് കവി അതിമനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. കേരളീയ പ്രകൃതിയുടെ ഭംഗി ഓരോ വർണ്ണനയിലും കാണാം. നാട്ടിൽ നന്മകൾ വിതച്ചു കൊയ്യുന്ന കർഷക സ്ത്രീകൾ അർപ്പണബോധമുള്ള കലാകാരികളാണ്. ചേറിൽ താഴ്ത്തുന്ന കർഷക സ്ത്രീകളുടെ വിലരുകളാണ് നാടിൻ്റെ നന്മയും സമൃദ്ധിയും നെയ്തെടുക്കുന്നതെന്ന് കവി പറയുന്നു. അവരെ ആദരവോടെ ഓർക്കുന്ന കവിതയാണിത്. നാട്ടിൽ ഐശ്വര്യം നിറക്കുന്ന ആ തൊഴിലാളി സ്ത്രീകൾ ഗ്രാമശ്രീകളായി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ്. അടുത്ത് പഴഞ്ചൊല്ലുകളെ കൃഷിച്ചൊല്ലുകൾ ശേഖരിച്ച് ക്ലാസ്സിൽ പഴഞ്ചൊൽ കേളി നടത്തുക എന്നാണ്. കൃഷിച്ചൊല്ലുകൾ കുറച്ചുകൂടെ കാണിച്ചു തരാം. ഉടമയുടെ കണ്ണ് ഒന്നാം തരം വളം, കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല, അടക്കയായാൽ മടിയിൽ വെക്കാം, അടയ്ക്കാമരമായാലോ, അടുത്തു നട്ടാൽ അഴക്, അകലത്തിൽ നട്ടാൽ വിളവ്, അമരത്തടത്തിൽ തവള കരയണം, ആര്യൻ വിതച്ച നവര കൊയ്യാമോ. അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ, ഞാനെല്ലാം വായിക്കുന്നില്ല, അങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, കൃഷിയുമായി ബന്ധപ്പെട്ട നാട് ശേഖരിച്ച് ഉൾക്കാഴ്ച സംഘടിപ്പിക്കുക. ഉൾക്കാഴ്ചയുടെ വീഡിയോ ക്ലാസ് തല ഗ്രൂപ്പ് നവമാധ്യ ഗ്രൂപ്പിൽ പങ്കുവെക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തെ ചോദ്യങ്ങളും അതിലെ ഉത്തരങ്ങളും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.